ഹായ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെബ്സൈറ്റ് കോണ്ടന്റ് എങ്ങനെയാണ് ഒരു ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് വെബ്സൈറ്റ് കോണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം അതിൽ ടെക്സ്റ്റുകൾ ഉണ്ടാവും, ഇമേജസ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും. ഇതെല്ലാം ചേർന്നതാണ് ഒരു വെബ്സൈറ്റ് കോണ്ടന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഒരു വെബ്സൈറ്റിലേക്ക് കയറുമ്പോഴത്തേനും അവിടെ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് പലതരത്തിലുള്ള ഇമേജസ് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വീഡിയോസ്, ഇപ്പോൾ ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചാണെങ്കിൽ ആ ബ്രാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ പ്രൊഡക്ട്സ് ആണെങ്കിൽ പ്രൊഡക്ട്സിൻ്റെ ഇമേജസ് കൊടുത്തിട്ടുണ്ടാവും. സോ ഇതെല്ലാം ചേർന്നതാണ് ഒരു വെബ്സൈറ്റ് കോണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി ഈ വെബ്സൈറ്റ് കോണ്ടന്റ് എങ്ങനെയാണ് ഒരു ബ്രാൻഡിനെ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നത്? ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ചെറിയ ബിസിനസ് ആയാലും വലിയ ബിസിനസ് ആയാലും അവർക്ക് നല്ലൊരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു ബേസ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ വെബ്സൈറ്റിനെ നമ്മളൊരു ഡിജിറ്റൽ ഫേസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു കസ്റ്റമറുമായിട്ട് അതല്ലെങ്കിൽ ഒരു ക്ലയൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നൊരു സ്പേസാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആവശ്യത്തിന് ഒരുപാട് കോണ്ടന്റ് കൊണ്ടൊന്ന് ഫില്ല് ചെയ്യാൻ പാടില്ല. പക്ഷേ അതിൽ ആവശ്യത്തിനെല്ലാം ഒരു കറക്റ്റ് റേഷ്യോയിൽ ഈ പറയുന്ന ടെക്സ്റ്റും ഇമേജും വീഡിയോയും ഒക്കെ ഉണ്ടാവണം. അപ്പോഴാണ് ഒരു വെബ്സൈറ്റ് മറ്റൊരാൾക്ക് അട്രാക്റ്റീവ് ആവുന്നത്, അവർക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാം, അവസാനം വരേക്കൊന്ന് നോക്കാം എന്നൊക്കെ തോന്നുന്നത്. ഈ വെബ്സൈറ്റ് ഉണ്ടാവുന്നത് കൊണ്ട് ഒരുപാട് ബെനഫിറ്റ് ഉണ്ട് ബ്രാൻഡുകൾക്ക്. ആ ബെനഫിറ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തത് എസ്.ഇ.ഒക്ക് ഏറ്റവും സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള, ഏറ്റവും പ്രൈമറിലി ആവശ്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. കാരണം അതിൽ നമുക്ക് നമ്മുടെ ബ്രാൻഡ് ഏത് കീവേഡിലാണോ റാങ്ക് ചെയ്യേണ്ടത് ആ കീവേഡിനനുസരിച്ചുള്ള കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇമേജസിലെ ക്യാപ്ഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമ്മുടെ വിസിബിലിറ്റി, സെർച്ച് എഞ്ചിൻ വിസിബിലിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചില കീവേഡ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദ ബെസ്റ്റ് ട്രാവൽ ഏജൻസി ഇൻ കൊച്ചി എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ കൊടുക്കുമ്പോഴത്തേനും നമുക്ക് കുറച്ച് പേജസ് ഫസ്റ്റ് തന്നെ വരും അല്ലേ. അപ്പോൾ അതിന് മുന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്, അതിന് പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട് ഈ ഫസ്റ്റ് റാങ്ക് ചെയ്യുന്നതിന്. കാരണം അതിൻ്റെ സെർച്ച് റിസൾട്ട്സിൻ്റെ മുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, കോടിക്കണക്കിന് സൈറ്റുകളിൽ നിന്ന് ആദ്യത്തെ 10 പേജിൽ വരിക എന്ന് പറയുന്നത് വളരെ പാടുള്ളൊരു കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ഈ വെബ്സൈറ്റ് നമ്മൾ കോണ്ടന്റ് വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ പാടില്ല, പക്ഷേ കറക്റ്റ് റേഷ്യോയിൽ ഇവിടെ നമ്മൾ കീവേഡ് സെലക്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ എസ്.ഇ.ഒക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതുവഴി നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ എൻഗേജ്മെൻ്റ് ഒക്കെ കൂട്ടാനായിട്ട് പറ്റും. പിന്നെ നമുക്കൊരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി, അതായത് നമ്മുടെ ഒരു ബിസിനസ്സിന് ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തുകൊണ്ട് നമ്മളെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ്, നമ്മുടെ എക്സ്പെർട്ടീസ് എന്താണ്, നമ്മൾ എത്ര ഇയേഴ്സ് ആയിട്ട് ഇൻഡസ്ട്രിയിലുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുവഴി വെബ്സൈറ്റിൽ കയറുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ബ്രാൻഡ് ഇത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്, ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാൻ പറ്റും. കസ്റ്റമർ റിവ്യൂസ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനി എന്താണ് നമ്മുടെ വിഷൻ, മിഷൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന വിസിറ്റേഴ്സിനെ എൻഗേജ് ചെയ്യിക്കാനും ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അതിൻ്റെ കൂടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഡ്രൈവ് കൺവേർഷൻസ്, അതായത് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പം ഒരു ട്രാവൽ ഏജൻസി ആണെങ്കിൽ ട്രാവൽ ഏജൻസിയാണ് കുറച്ചുകൂടി റിലേറ്റബിൾ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എക്സാമ്പിൾ ഇപ്പോഴും ട്രാവൽ ഏജൻസിനെ എടുക്കുന്നത്. അപ്പോൾ ഈ ട്രാവൽ ഏജൻസി ആണെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് എടുക്കുമ്പോഴേക്കും നമുക്ക് ഇപ്പോൾ എന്താ പറയുക, കൊള്ളാം, ഇവരുടെ കോണ്ടന്റ് കൊള്ളാം, ഇവരുടെ കണ്ടിട്ട് നമുക്കൊരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി, ഒരു ട്രസ്റ്റൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒരു എൻക്വയറി ഇടാം. അപ്പോൾ നമ്മളെവിടെയെങ്കിലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവരെ നമ്മുടെ കൂടെ കൂട്ടാം. അപ്പോൾ നമുക്ക് ഇവരുടെ സർവീസസ് ചോദിക്കാം, അവരുടെ ഇറ്റിനററി ചോദിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൺവേർഷൻസും പോസിബിൾ ആണ് നല്ലൊരു വെബ്സൈറ്റ് ഉള്ളത് കൊണ്ട്. പിന്നെ ഈ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എഫേർട്സിനെ സപ്പോർട്ട് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താ, ഈ പറയുന്ന എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് വെബ്സൈറ്റിൻ്റെ എന്താ പറയുക, പ്രൊമോഷനുണ്ട്, സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് ഉണ്ട്, കൺവേർഷൻസ് എടുക്കുന്നതുണ്ട്. അപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാവുന്നത് കൊണ്ടുള്ള ഒരു വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് എഫേർട്സിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒരു വെബ്സൈറ്റിന് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെബ്സൈറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആസ് യൂഷ്വൽ ബിൽഡ് ട്രസ്റ്റ്, നമുക്ക് ആളുകൾക്കിടയിൽ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും വെബ്സൈറ്റ് വേണം. അപ്പോൾ
ഇതിന് ഇനി നമുക്ക് ചില സ്റ്റഡീസ് നോക്കാം കേട്ടോ. അതായത് ഒരുപാട് സ്റ്റഡീസ് നടക്കുന്നുണ്ട് ഈ വെബ്സൈറ്റ് വിസിറ്റേഴ്സിനെ കുറിച്ചും ഒക്കെ ആയിട്ട് ഒരുപാട് സ്റ്റഡീസ് നടത്തുന്നുണ്ട്. റെൻറ്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് US ഒരു വലിയൊരു ഏജൻസി അവരുടെ സ്റ്റഡീസിലും അവർ സ്റ്റഡീസ് നടത്തുന്നതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറയുന്നുണ്ട്. അതിൽ കുറേ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അതിലൊന്ന് പറഞ്ഞാലും ഒരു 75%, 75% ആളുകൾ ഒരു ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്യുന്നതും ആ ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നതായിക്കോട്ടെ, അതല്ലെങ്കിൽ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതായിക്കോട്ടെ, ആദ്യം ഒരു ബ്രാൻഡിനെ കുറിച്ചൊരു പേര് കേട്ടാൽ ഉടനെ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് വെബ്സൈറ്റ് നോക്കിയിട്ടാണ് ബാക്കി തീരുമാനിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു 92% ആളുകൾ നല്ല ഡിസൈൻ, നല്ല നാവിഗേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന, നല്ല രീതിയിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആവാത്ത വെബ്സൈറ്റുകളൊക്കെ കുറച്ചുകൂടി ട്രസ്റ്റ് വേർതിയാണ്, വിശ്വസിക്കാൻ പറ്റുന്നതാണെന്ന് ഒരു 92% ആളുകൾ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി എന്താ പറയുക, നല്ല അട്രാക്റ്റീവ് വെബ് ഡിസൈനുള്ള ഒരു വെബ്സൈറ്റ് കണ്ടാൽ ഒരു 94% ആളുകൾ ആ വെബ്സൈറ്റിൽ തന്നെ നിൽക്കും. അത് നല്ലൊരു ഡിസൈൻ വേണം എന്നാണ് ഈ പറയുന്നത്. അതായത് വെറുതെ എന്തെങ്കിലും ആക്കി കൂട്ടിയാൽ പോരാ, നല്ലൊരു ഡിസൈൻ വെബ്സൈറ്റിന് വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണെങ്കിൽ ഒരു 38% ഓഫ് ആളുകൾ, 38% ആളുകൾ അപ്പോൾ തന്നെ ക്വിറ്റ് ചെയ്യും. പിന്നെ അത് കൂടുതലായിട്ട് കാണാനായിട്ടോ എന്താണെന്നുള്ളത് വായിച്ചു നോക്കാനോ ശ്രമിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ എന്താ പറയുക, ഒരു 53%, 53% ആളുകൾ എന്താ പറയുക, ഒരു ലാൻഡിങ് പേജിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. അവർ ഇപ്പം ഒരിടത്ത് ലാൻഡിങ് പേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ചെല്ലുന്ന ഒരു പേജ്, ആ പേജ് നല്ല അട്രാക്റ്റീവ് ആണെന്നുണ്ടെങ്കിലും അവർ ആ ഒരു ബ്രാൻഡിനെ വിശ്വസിക്കാനുള്ള സാധ്യതകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വെബ്സൈറ്റ് ഒരു ബ്രാൻഡിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ നല്ലൊരു വെബ്സൈറ്റ് കൊണ്ടുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ്. ഒന്നുകൂടി ഞാൻ പറയാം, ഒരു വെബ്സൈറ്റ് ഉണ്ടാകുന്നത് കൊണ്ട് ബ്രാൻഡ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എഫേർട്സിനെ നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കൺവേർഷൻസ്, സെയിൽസ് നടക്കാനൊക്കെയുള്ളൊരു പ്ലാറ്റ്ഫോമും കൂടിയാണ് വെബ്സൈറ്റുകളെന്ന് പറയുന്നത്. പിന്നെ SEO ഇംപ്രൂവ് ചെയ്യുന്നു, പിന്നെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളിനി നെക്സ്റ്റ് ടൈം നിങ്ങളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള വെബ്സൈറ്റ് അത്ര അട്രാക്റ്റീവ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ റീഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ പറയുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് വേണം, കോണ്ടൻറ്റ് വേണം, വീഡിയോസ് വേണം. ഇതെല്ലാം കറക്റ്റ് റേഷ്യോയിൽ വെച്ചിട്ട് മാത്രം വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ബ്രാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.